أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أستغفر الله رب الورايا أستغفر الله من الخطايا. أستغفر الله رب الورايا أستغفر الله من الخطايا. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا نور واهله. اللهم صل على سيدنا نور واهله. اللهم صل على سيدنا نور واهله. الله الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. الحمد لله. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. جزاك الله خير ألف مرة. العاقبة للمتقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യ നിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ പ്രഭാതം അല്ലാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. ഇന്നത്തെ ദിവസം അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചൊരിയുമാറാവട്ടെ. എല്ലാവിധ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയതായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2-3 ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു സഹോദരൻ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് 3 സഹോദരിമാരും ആ ഒരു മനുഷ്യനും മാത്രമുള്ളൂ. 2 പെങ്ങന്മാരെ കെട്ടിച്ചു, വിവാഹബന്ധം വേർപ്പെടുത്തി വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ സഹോദരനാണെങ്കിൽ വിവാഹവും കഴിച്ചിട്ടില്ല. കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അയാളുടെ യൗവനം, ചെറുപ്പപ്രായം, അയാൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് 2 പെങ്ങന്മാരെ വിവാഹം ചെയ്ത് അയച്ചു. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ 2 പേരെയും വിവാഹബന്ധം 2 പേരും വേർപ്പെടുത്തി വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. വല്ലാത്ത സങ്കടം കേട്ടപ്പോൾ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഖൈർ നൽകുമാറാവട്ടെ. അനുയോജ്യമായ ഇണകളെ അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, അതുപോലെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ദുആ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. അതുപോലെ ഇന്ന് എൻ്റെ പെങ്ങളുടെ ചെറിയ മോള് മരണപ്പെട്ടിട്ട് 1 വർഷം തികയുകയാണ്. പൊന്നുമോളുടെ ആണ്ട് ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല ആ പൊന്നുമോൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗീയ പദവികൾ നൽകുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങളെല്ലാം മരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളെ വരവേൽക്കാൻ ആ പൊന്നുമോളെ അല്ലാഹു സ്വർഗീയ ലോകത്ത് മുൻനിരയിൽ നിർത്തുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, ചെറുപ്രായത്തിൽ +1 പഠിക്കുന്ന സമയത്താണ് ആ പൊന്നുമോൾ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. കളിച്ച് രസിച്ചു നടക്കുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ആ പൊന്നുമോളെ പറിച്ചെടുത്ത് കൊണ്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല ആ പൊന്നുമോൾക്ക് സന്തോഷം നൽകുമാറാവട്ടെ. ദുന്യാവിലേറെ ഉഖ്റവിയായ ജീവിതം അല്ലാഹു ആ പൊന്നുമോൾക്ക് നാളെ സ്വർഗീയ ലോകത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ആ പൊന്നുമോളുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹദ്ദാദിൻ്റെ ഫളായിലുകളാണ്, മഹത്വങ്ങളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 17ാമത്തെ ദിക്റാണ്. 16 ദിക്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 17ാമത്തെ ദിക്റിൻ്റെ മഹത്വങ്ങൾ ഒരുപാടാണ്. ഈ ദിക്റിൻ്റെ ഫളായിലുകൾ, മഹത്വങ്ങളൊക്കെ നിരവധി ഹദീസുകളും ആയത്തുകളൊക്കെ ഈ ദിക്റിന് വന്നിട്ടുണ്ട്. ഏതാണ് ആ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായാ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായാ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. അങ്ങനെയും ഉണ്ട്. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായാ
അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ എന്നും ചിലതിൽ കാണാം. ഈ ദിക്ർ ഹദ്ദാദിൽ 17ാമത്തെ ദിക്റാണ്. ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത ഒരുപാടുണ്ട്. അതിൽ കുറച്ച് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കും. നാളെ 18ാമത്തെ ദിക്റാണ്. നാളത്തെ ദിക്റോടുകൂടി നമ്മുടെ ഹദ്ദാദിൻ്റെ ഫളായിലുകൾ പറയുന്ന ദിക്റിൻ്റെ മഹത്വങ്ങൾ പറയുന്നത് കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സാലിഹത്തായ ഒരു അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. അപ്പം എന്താണ് ഈ ദിക്ർ? ഈ ദിക്ർ ഹദ്ദാദിൽ 4 പ്രാവശ്യമാണ് ചൊല്ലുന്നത്. ഹദ്ദാദിൽ 4 പ്രാവശ്യമാണ് ഹദ്ദാദിൽ ഈ ദിക്ർ ചൊല്ലുന്നത്. ഹദ്ദാദ് ഈ ദിക്ർ 4 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഇസ്തിഗ്ഫാറിന് നിർദ്ദേശിക്കുന്നതും അതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നതുമായ നിരവധി ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. ഈ ദിക്റിന് ഒരുപാട് ഹദീസുകളും ഒരുപാട് ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായ അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ എന്ന ഈ ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? വമൻ യഅമൽ സൂഅൻ ഔ യظلم നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദുല്ലാഹ ഗഫൂറൻ റഹീമാ. ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തം നഫ്സിനോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അല്ലാഹുവോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായി അല്ലാഹുവിനെ അവൻ കണ്ടെത്തുന്നതാണ്. ആരെങ്കിലും വലിയ തെറ്റുകളും ചെയ്യുകയും തെറ്റുകൾ ചെയ്യുകയും സ്വന്തം നഫ്സിനോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അല്ലാഹുവോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു. കരുണാനിധിയുമായി അല്ലാഹുവിനെ അവൻ കണ്ടെത്തുന്നതാണ്. ഇതൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് എന്താണ് നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി അല്ലാഹുവിനെ നമ്മൾ തേടുന്നതാണ്. അപ്പോൾ നമ്മൾ അല്ലാഹുവിനെ ചിന്തിക്കുകയുള്ളൂ. ഒരുപാട് തെറ്റുകൾ നമ്മൾ ജീവിതത്തിൽ വന്നു പോവാറുണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മൾ തന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അതുപോലെ അതൊക്കെ അറിഞ്ഞിട്ടും സ്വന്തം നഫ്സിനോട് തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടും തെറ്റാണെന്നറിഞ്ഞിട്ടും പിന്നെ നമ്മൾ എന്താണ് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ പുറത്തു തരുന്നവനാണല്ലോ. അവനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി അവനോട് നമ്മൾ പൊറുക്കലിനെ തേടുകയാണ്. അപ്പോഴാണ് അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയുള്ളൂ. അവൻ അല്ലാഹുവിനെ കണ്ടെത്തുന്നതാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അവനെന്താണ്? പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല. നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു എന്താണ്? നമ്മളെ ശിക്ഷിക്കുകയില്ല. നമ്മൾ തെറ്റുകൾ ചെയ്ത അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാം. ഇതൊക്കെ ഈ ദിക്റൊക്കെ എന്താണ്? ഇസ്തിഗ്ഫാറുകൾ ഹദ്ദാദിൽ പറഞ്ഞ ദിക്റുകളാണ്. ഇതിൻ്റെ മഹത്വങ്ങൾ ഇനിയും പറയാനുണ്ട്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഖുൽതു അസ്തഗ്ഫിറു
واستغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمدكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എന്താണ്? പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് മയസമൃദ്ധമായി അയച്ചു തരുകയും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെന്താണ് അവൻ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. സ്വത്തുക്കളും സന്താനങ്ങളെ കൊണ്ടും നിങ്ങളെ അവൻ സന്തോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ഇതൊക്കെ അള്ളാഹു എന്നിട്ട് നമുക്ക് എന്താണ്? അള്ളാഹു ഓരോന്ന് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമുക്കിങ്ങനെ ഓരോ നിഅമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മറന്നു പോകാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നമ്മൾക്ക് ബോധം വേണം. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. റബീഉ ബിനു സബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു സമീപിച്ച് ഒരാൾ ജലക്ഷാമത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു സമീപിച്ച് ഒരാൾ ജലക്ഷാമത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നിർദ്ദേശിച്ചു. ഒരു മനുഷ്യൻ ചെന്നുകൊണ്ട് എന്താണ്? വെള്ളമില്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. നിർദ്ദേശിച്ചു. മറ്റൊരാൾ വന്നു കണ്ടു ദാരിദ്ര്യത്തെക്കുറിച്ച് ആവലാതി ബോധിപ്പിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ കൊണ്ട് ദാരിദ്ര്യത്തെപ്പറ്റി ആവലാതി ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തോടും ഇസ്തിഗ്ഫാർ കൊണ്ട് കൽപ്പിച്ചു. മറ്റൊരാൾ വന്നുകൊണ്ട് തോട്ടങ്ങളിൽ ഉൽപാദനക്കുറവിനെ കുറിച്ച് പരാതിപ്പെട്ടു. അപ്പോൾ അയാളോടും ഇസ്തിഗ്ഫാർ ചെയ്യാൻ നിർദ്ദേശിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പലരും വന്ന് പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടും എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചെയ്യാനാണല്ലോ താങ്കൾ നിർദ്ദേശിക്കുന്നത് എന്നെന്താണ് അടുത്തുണ്ടായിരുന്നവർ ചോദിച്ചു. ഇസ്തിഗ്ഫാർ ചെയ്യാനാണല്ലോ താങ്കൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ സ്വന്തം വകയായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിനെ ഉദ്ധരിച്ച് അള്ളാഹു പറഞ്ഞതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. തുടർന്ന് മേൽ വചനം അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. സുബൈർ അവ്വാമി റളിയല്ലാഹു അൻഹു ഇമാം തബ്റാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏട് സന്തോഷിപ്പിക്കണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവനതിൽ ഇസ്തിഗ്ഫാർ വർദ്ധിച്ചു കൊള്ളട്ടെ. നമുക്കെന്താണ്, നമ്മൾ നന്മ തിന്മകൾ എഴുതിയ കിതാബ്
നമുക്ക് നൽകുന്ന സമയത്ത് അവൻ സന്തോഷിക്കണമെങ്കിൽ അവൻ ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. മുത്തുമോമിനീങ്ങളെ, അപ്പോൾ എന്താണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ വറായ അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ എന്ന ഈ ദിക്ർ പാപമോചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പറഞ്ഞ അദ്ദാദിൻ്റെ ഓരോ ദിക്റുകളും ഫളായിലുകൾ നിറഞ്ഞതാണ്, മഹത്വങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ദിക്ർ എന്താണ്, നമ്മൾ ഹദ്ദാദ് ദിവസവും നമ്മൾ എന്താണ് ഇശാ മഗ്‌രിബിൻ്റെ അടിയിലോ ഇശാഇന് ശേഷമോ ഈ